അപ്പർച്ചറും ഷട്ടർ സ്പീഡും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടതാണ് ISO. ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംബിയൻസ് ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാഷോ അല്ലെങ്കിൽ മറ്റു ലൈറ്റ് സോഴ്സുകളോ ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇലക്ട്രോണിക്കലി ആയിട്ട് നമ്മുടെ ക്യാമറയുടെ സെൻസറിലേക്ക് ഒരു ലൈറ്റ് സെൻസിറ്റിവിറ്റി കൂട്ടാം. അതിനെയാണ് ISO എന്ന് പറയുന്നത്. ISO എന്ന് വെച്ചാൽ ലൈറ്റ് സെൻസിറ്റിവിറ്റി ടു സെൻസർ എന്നാണ്. സെൻസറിലേക്ക് ഒരു ഇലക്ട്രോണിക്കലി എമൗണ്ട് ഓഫ് ലൈറ്റ് സെൻസിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് 50, 100, 150, 200 അങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ലൈറ്റ് സെൻസിറ്റിവിറ്റി കൂടും. അപ്പൊ നമ്മൾ ഏകദേശം ഇരുട്ടായിട്ടുള്ള ഒരു ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും ഈ ISO കൂട്ടുന്നതിനനുസരിച്ച് ലൈറ്റ് കൂടി വരും. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISOയുടെ വാല്യൂ ഒരു കൂട്ടുന്നതിനനുസരിച്ച് അതിൽ ഗ്രെയിൻസ് വരും. നമ്മുടെ ഫ്രെയിമിൽ ഇല്ലാത്ത ഒരുപാട് കളറുകൾ നമുക്ക് ഇതിൽ റെഡ്, ഗ്രീൻ, ബ്ലൂവിലൊക്കെ കുറെ കളറുകൾ ഇങ്ങനെ വരും. അതൊരു ഗ്രെയിൻസ് ആയിട്ട് വരും. ഇമേജിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. ഹൈ എൻഡ് ക്യാമറകളാണെങ്കിൽ അഥവാ പ്രൊഫഷണൽ ക്യാമറകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 1000, 1500 ഒക്കെ ISO വെച്ച് കഴിഞ്ഞാലും നമുക്ക് വലിയൊരു ഗ്രെയിൻസ് ഒന്നും വരില്ല. പക്ഷെ ബിഗിനർ ലെവൽ ക്യാമറ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഗ്രെയിൻസ് കൂടി വരും. അത് ഓരോ ക്യാമറയും ആ ക്യാമറയുടെ സെൻസറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ISOയുടെ വാല്യൂ ഗ്രെയിൻസും മാറി വരും. അപ്പോൾ ഇത് ISO നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വളരെ കുറവാണ് അല്ലെങ്കിൽ വേറെ ഒരു നിലക്കും നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ISO കൂട്ടി വെക്കുക. അല്ലാത്ത സമയത്തൊക്കെ ISO അതിന്റെ മിനിമം വാല്യൂ ആയിട്ടുള്ള എത്രയാണോ അതിലിട്ട് വെക്കണം. ഒരിക്കലും ISO ഓട്ടോയിലിട്ട് വെക്കരുത്. ഓട്ടോയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് കിട്ടില്ല.